ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പ്രകാശാണെങ്കിൽ ആദ്യം വിക്രത്തിന്റെ തലക്കടിക്കുകയാണ്. തലക്കടിച്ച ശേഷം വിക്രം നിലത്തേക്ക് ബോധമില്ലാതെ വീഴാണ്. പ്രകാശം കാത്തിരിക്കുകയാണ് വിക്രത്തിന് ബോധം തെളിയാനായിട്ട്. ബോധം തെളിഞ്ഞ ശേഷം വിക്രത്തിനോട് നേർക്ക് നേരെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് പ്രകാശൻ. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വിക്രത്തിന് ബോധം തെളിയുന്നുണ്ട്. ആ സമയത്താണ് കല്യാണി പ്രകാശിനെ വിളിച്ചിട്ട് അച്ഛൻ എവിടെയാണ് എന്ന് ചോദിക്കണത്. പ്രകാശിന് അപ്പോഴാണ് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അമ്മയുടെ അടുത്താണ്, അമ്മയുടെ കൂടെ ഇവിടെ നിൽക്കാണ്, ഇന്നത്തെ ദിവസം അമ്മയുടെ കൂടെ നിൽക്കാന്ന് വിചാരിച്ചു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറയാണ് പ്രകാശൻ. എന്നിട്ട് വിക്രത്തിന്റെ കൂടെയാണ് പ്രകാശൻ നിൽക്കുന്നത്. വിക്രത്തിന്റെ ബോധം തെളിയുമ്പോഴേക്കും വിക്രത്തിനോട് പറഞ്ഞിട്ടാ, മക്കളെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചാ വളർത്തി, നിനക്കറിയാലോ, നിനക്ക് പേരില് പോലും ഒരു കുറവ് വരരുതെന്ന് വെച്ചിട്ട് വിക്രമാദിത്യ മഹാരാജാവിന്റെ പേരാണ് നിനക്കിട്ടത്. പക്ഷെ നീ ആയതോ ആ മഹാരാജാവിന്റെ തോളിൽ കിടക്കുന്ന വേതാളത്തെ പോലെയാണ് നീ ആയത്. അതുകൊണ്ട് അതാണ് നീ ഇനിയെങ്കിലും നന്നാവും മോനെ. നിന്റെ പെങ്ങൾമാര് നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. നീ ഇനിയെങ്കിലും നന്നാവടാ. അവരെല്ലാരും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാണ്. താൻ സ്നേഹിച്ചോടോ, അതിന് ഞാൻ എന്തിനു പറഞ്ഞോ, എന്നെന്തേ താൻ നിർബന്ധിക്കണത് എന്നൊക്കെ ചോദിക്കാനേടാ. നീ എന്തൊരു മോനാടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ പെറ്റമ്മ മരിച്ച പോലും നീ കാണാൻ പോലും വന്നില്ലല്ലോ. സ്റ്റേഷനിൽ SIയും അവിടുത്തെ പോലീസുകാരൊക്കെ നിന്നോട് പറഞ്ഞല്ലടാ, അമ്മ മരിച്ചതല്ലേ, പോയി കണ്ടിട്ട് വാന്ന്. പക്ഷെ അത് കാണാൻ പോലും നീ കൂട്ടാക്കിയില്ല. എന്തൊരു ജന്മമാടാ നിന്റെ. അതേടോ, എന്റെ ജന്മം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരെയും ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോ നീ ഉറപ്പിച്ചല്ലേ, നീ വേറെ ആരെയും ജീവിക്കാൻ ഇനി സമ്മതിക്കില്ലല്ലേ? ഇല്ലടാ, ഞാൻ സമ്മതിക്കില്ലടോ. ദേ, തന്റെ കല്യാണി മോളായിരിക്കും എന്നെ ആദ്യം കൊല്ലണത്. അതിനുശേഷം കിരണിനെ, തന്റെ പ്രിയപ്പെട്ട മരുമകൻ കിരണിനെ, അതിനുശേഷം താ കുപ്പയിൽ വലിച്ചെറിഞ്ഞ തന്റെ മോളില്ലേ, മൂത്ത മോള് കാർത്തിക, അവളെ ഞാൻ കൊല്ലും. അതിനുശേഷം സമയമുണ്ടെങ്കിൽ തന്നെ ഞാൻ കൊല്ലോടോ. തന്റെ പരട്ടക്കളവി അമ്മേനെ ഞാൻ കൊല്ലും. എന്താണ് നീ പറഞ്ഞത്? അതേടോ, നിങ്ങളെല്ലാരും കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ പരോളിൽ ഇറങ്ങിയത്. എനിക്കിനൊരു ജീവിതം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയണം. പ്രകാശം പറഞ്ഞിടാ, അങ്ങനെ മരിക്കാൻ വേണ്ടി, അങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി നീ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ, നീ മരിക്കാൻ പോവാടാ, നീ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന തോർത്ത് വെച്ചിട്ട് നമ്മുടെ വിക്രത്തിന്റെ കഴുത്തിലിട്ട് കുരുക്കുവാണ്. ആ സമയത്ത് വിക്രം മരണവെപ്രാളത്തിലാണെങ്കിലും പറയണ പറച്ചിൽ എന്താ വെച്ചാല്, കല്യാണി ഞാൻ ഇല്ലാതാക്കും, കിണിനില്ലാതാക്കും, കാർത്തികനെ ഞാൻ കൊല്ലും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രകാശം പറഞ്ഞു, അതിനെ നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ പിടിച്ചിങ്ങനെ ആ തോർത്തിച്ചിട്ട് അമർത്തുവാട്ടോ. അങ്ങനെ വിക്രം ജീവന് വേണ്ടി പെടയാണ്. അത് കാണുമ്പോ പ്രകാശിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാണ്. ദീപ വിക്രത്തിന് ജന്മം കൊടുത്തതും, വിക്രത്തിന് ആദ്യമായിട്ട് തന്റെ കയ്യിൽ മേടിച്ചതും, വിക്രത്തിന് ചോറ് കൊടുത്തതും, വിക്രത്തിന് മുതുകത്തിരുത്തി ആന കളിച്ചതും, അവനെയും കൊണ്ട് മഴയത്ത് കൊട നിവർത്തി പോയതും, അവന് മീനും ചിക്കനും എല്ലാം മേടിച്ചു കൊടുത്തതും എല്ലാം ആ ഒരു നിമിഷം ആലോചിക്കാണ്. പൊന്നു പോലെ വളർത്തി എന്റെ പൊന്നു മോനാ നീ, പക്ഷെ എന്റെ കൈ കൊണ്ട് എന്നെ മരിക്കേണ്ടി വന്നു. നീ എന്ത് ചെയ്യാനാണ്? നിന്റെ വിധി ഇതാടാ, എന്റെ കൈ കൊണ്ട് എന്നെ മരിക്കാനാ നിന്റെ വിധി എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോർത്ത് പിടിച്ച് അമർത്തുവാണ്. അങ്ങനെ വിക്രത്തിന്റെ ജീവൻ അറ്റുപോകാണ്. ജീവൻ പോയെന്ന് മനസ്സിലായി പ്രകാശിന്. എങ്കിലും ഇനി എങ്ങനെയും അവൻ ജീവനോടെ വന്നാലോ, ആ ഗംഗപ്രസാദിനെ പോലെ. ഗംഗപ്രസാദ് ഇങ്ങനെയായിരുന്നല്ലോ, മരിച്ചെന്ന് വിചാരിക്കും, പക്ഷെ ജീവനോടെ വരും. അതുപോലെ ഇവനും വന്നാലോ എന്ന് വിചാരിച്ച് പ്രകാശൻ ഒന്നും കൂടി മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിന് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കയറെടുത്തിട്ട് ആ കയറിൽ കെട്ടിത്തൂക്കിയാണ് പിന്നീട് ഇട്ടത്. അതിനുശേഷം കുറെ നേരം അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് പ്രകാശൻ. പിന്നീടാണ് വീട്ടിലേക്ക് വന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ മക്കളോട് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് പ്രകാശൻ. മക്കളെല്ലാരും കൂടി പ്രകാശനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പ്രകാശൻ പറയണ്ട, എന്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാത്തത് ആരാണെങ്കിലും ഞാൻ അവരില്ലാതാക്കിയിരിക്കും. കണ്ടില്ലേ, ഞാൻ പുഞ്ഞാരിപ്പിച്ച് വളർത്തിയ ചോറും വെണ്ണയും നെയ്യും ഒക്കെ വാരി വായിൽ ഉരുട്ടിക്കൊടുത്ത എന്റെ പുഞ്ഞാര മകൻ വിക്രമാദിത്യനെ ഞാൻ കൊന്നില്ലേ? എന്റെ പെമ്മക്കളെ ജീവനോടെ ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ആരെയാണെങ്കിലും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ തന്റെ 3 പെമ്മക്കളെയും കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ അതിനുശേഷം കാർത്തിക ആണെങ്കിൽ അച്ഛനോട് ഇരിക്കുക, കല്യാണി ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ നിന്നാ മതിയോ? അടുത്തൊക്കെ ആൾക്കാരുണ്ട്, ഇത് വേറെ ആരുടെയും വീടാണ്, ഇത് പ്രശ്നമാവില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, കിരണിനെ എത്രയും പെട്ടെന്ന് വിളിക്കേ, ഒന്നിങ്ങോട്ട് വരാൻ പറ. പിന്നീട് കിരണായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം എന്ന് പറയണം. കല്യാണി അപ്പൊ തന്നെ കിരണിനെ വിളിക്കുന്നുണ്ട്. കിരണേട്ടാ, ഇത് എവിടെയാ? ഞാൻ ഓഫീസിലെ കല്യാണി, ഞാനൊരു ലൊക്കേഷൻ അയക്കാം, അങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. അത് ആരുടെ ലൊക്കേഷനാ? അതൊക്കെ ഞാൻ പറയാം, കിരണേട്ടിന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ അയച്ചു കൊടുക്കാണ് കല്യാണി. കിരൺ കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്ന് പോവാട്ടോ. അപ്പൊ സരിയു ഇതൊക്കെ അറിയുന്നുണ്ട്. സരിയു ചോദിക്കണ്ടേ, എന്താടാ, എവിടെയാണ് നീ പോണത്? അറിയില്ല, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കിരൺ അങ്ങോട്ടേക്ക് പോണത്. ഇനി കല്യാണി മരണപ്പെട്ടിട്ടുണ്ടാവോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കാണ് സരിയു കേട്ടോ. കിരൺ അവിടെ എത്തുമ്പോഴേക്കും ഞെട്ടിപ്പോകുവാണ്.
മക്കളെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് പ്രകാശൻ. എന്തു പറ്റി, എന്താ കല്യാണി, എന്താ കാര്യം എന്നൊക്കെ കിരൺ ചോദിക്കുമ്പോഴേക്കും കല്യാണി നടന്ന കാര്യങ്ങളൊക്കെ കിരണിനോട് പറയാണ്. ഈശ്വര, എന്താ അച്ഛൻ എന്താ ചെയ്തത്, നോക്ക്, ഇങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ, ഇതിപ്പോ ആരുടെ വീടാ, ഇവരാരെങ്കിലും കംപ്ലൈന്റ് കൊടുത്ത അച്ഛ കുടുങ്ങിപ്പോകും. കുടുങ്ങട്ടെ മോനെ, എനിക്ക് രക്ഷപ്പെടണമെന്നില്ല, എനിക്ക് ജയിലിൽ കിടക്കാൻ സന്തോഷമേ ഉള്ളൂ. കാരണം എന്റെ മക്കള് പുറത്ത് സന്തോഷവും സമാധാനത്തോടെ ജീവിച്ചാൽ മതിയെന്നേ ഉള്ളൂ. എനിക്ക് പോലീസിനെ മോൻ വിളിച്ചില്ലെങ്കിലും ഞാൻ വിളിക്കും. കാരണം എനിക്ക് ഇവിടെ ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അങ്ങനെയല്ല അച്ഛൻ ചെയ്തത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങൾ ആരും പറയില്ല. പക്ഷെ ഇത് വേറെ ആരുടെയും വീടാണ്, അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും കേസ് ആകും അച്ഛാ. ഞാൻ നവീൻ വക്കീലൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ നവീനെ വിളിക്കുന്നുണ്ട്. നവീൻ പറയുന്നുണ്ട്, നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം വേറെ ആരുടെ വീട്ടിലല്ലേ ഈ മരണം നടന്നിരിക്കുന്നത്, അതും കൊലപാതകം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൂട്ടായിരുന്നു, പക്ഷെ ഇതൊന്നും പറ്റില്ലെന്ന് നവീനും പറയണം. അങ്ങനെ പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ നാട്ടുകാർ അറിയുന്നുണ്ട്, പല ബന്ധുക്കൾ അറിയുന്നുണ്ട്, മാധ്യമങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അറിഞ്ഞിട്ട് പ്രകാശിനെ അവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോണത്. പ്രകാശ് സന്തോഷത്തോടു കൂടി തന്നെയാണ് ജയിലിലേക്ക് പോണത്. തന്റെ 3 മക്കളെ മാറി മാറി നോക്കി പ്രകാശ് സന്തോഷത്തോടു കൂടി തന്നെ ജയിലിലേക്ക് പോകുന്നുണ്ട്. വിക്രം അങ്ങനെ കെട്ടിത്തൂങ്ങി കിടക്കല്ല. അപ്പൊ CA വരുന്നുണ്ട്, കിരണിനോട് പറയുന്നുണ്ട്, കിരണേ, എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഭാര്യയുടെ അനിയനാണ് ഈ കിടക്കുന്നത്. അപ്പോ നിങ്ങൾ എന്താ ചടങ്ങോ കാര്യങ്ങളോ എന്താ വെച്ചാൽ നടത്തുക. ഇനിയിപ്പോ നിങ്ങൾക്ക് അല്ലാതെ പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ട് എന്താ ചെയ്തോന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഇവന്റെ 3 പെങ്ങന്മാരാണിത്, അതുകൊണ്ട് തന്നെ ഇവന്റെ മരണം എന്തായാലും ഞങ്ങൾ വീട്ടിലെ ചടങ്ങും കാര്യങ്ങളും 16 നടത്തിയിട്ട് എന്താന്ന് വെച്ചാൽ കർമ്മങ്ങളും ക്രിയകളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങാണ് കിരണും കല്യാണിയും കൂടി ചേർന്നത്. കല്യാണി തന്നെയാണ്, അതായത് കിരണിന് ഇഷ്ടപ്പെടാത്ത കല്യാണി തന്നെ, കിരണല്ല വിക്രത്തിന് ഇഷ്ടപ്പെടാത്ത കല്യാണി തന്നെയാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് കല്യാണി തന്നെയാണ്. എന്നിട്ട് വിക്രത്തിന് അങ്ങനെ പുഴയിലേക്ക് ചിതാഭസ്മം ഒഴുക്കി കളയണൊക്കെ ഉണ്ട്. ഇത് പ്രകാശം വഴക്ക് പറയാണ്, എന്തിനാണ് അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ നടന്നോട്ടെ, അതിനിപ്പോ എന്തായിരുന്നു പ്രശ്നം, അവൻ അങ്ങനെ ഗതി കിട്ടാതെ നടക്കണം, അതായിരുന്നു എന്റെ ആഗ്രഹം എന്നൊക്കെ പറയാണ്. പ്രകാശിനെ പുറത്തിറക്കാൻ വേണ്ടി കിരൺ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്, പല വക്കീലിനെ വെച്ച് നോക്കുന്നുണ്ട്, കേസ് വാദിക്കുന്നുണ്ട്. പക്ഷേ പ്രകാശൻ കോടതിയിൽ പോയിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ എന്റെ മോനെ കൊന്നു, എന്റെ മക്കൾക്ക് ഭീഷണിയായിട്ടുള്ളവനെ ഞാൻ കൊന്നു, നാടിനെ ഭീഷണിയായിട്ടുള്ളവനെ ഞാൻ കൊന്നു, എനിക്ക് എന്ത് ശിക്ഷ തരുന്നോ അത് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പ്രകാശം പറയണം. അങ്ങനെ പ്രകാശൻ ഇത്രയും വർഷം ജയിലിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് കോടതി വിധി എഴുതുന്നത്. അങ്ങനെ പ്രകാശം സന്തോഷത്തോടു കൂടി തന്നെയാണ് ജയിലിൽ കിടക്കുന്നത്. അവിടെ നമ്മുടെ മനോഹറും ഉണ്ടല്ലോ, മനോഹർ പ്രകാശൻ നന്നായിട്ട് കാര്യങ്ങളൊക്കെ, മനോഹറാണ് പിന്നെ പ്രകാശിന്റെ കൂടെ കൂട്ടൊക്കെ കൂടുന്ന കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളാണ് നമ്മൾ നാളെയും മറ്റന്നാളത്തേക്ക് എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. പിന്നെ ഇതിന്റെ ഒറിജിനൽ എപ്പിസോഡ് നമുക്ക് 10:30 കാണല്ലോ, 11 മണിക്കാണല്ലോ ഒറിജിനൽ പ്രൊമോ വരുന്നത്. 11 മണിക്ക് എന്തായാലും ഒറിജിനൽ പ്രൊമോ ഇടും, ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഇടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഒറിജിനൽ പ്രൊമോ അറിയാനായിട്ട് 11 മണിക്ക് പ്രൊമോ വരുമ്പോ 11:10 ആകുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ.